ഇത്രയും കാലം ഞാൻ ന്യൂയോർക്ക് തന്നെയായിരുന്നു. ഫാമിലി മാറ്റേഴ്സ് ഒക്കെ ആയിട്ട് അവിടെ തന്നെ ഹാപ്പിലി മാരീഡ് ആൻഡ് ഹാപ്പിലി സെറ്റിൽഡ് അങ്ങനെ settled down. Yes, happily married, happily settled down, happily enjoying time with my children. എന്തായിരുന്നു അവിടെ എൻഗേജിങ് ആയിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു, പിന്നെ സ്കൂളിൽ പോവായിരുന്നു, ദെൻ പഠിക്കാനായിട്ട് പോയായിരുന്നു. പിന്നെ ഞാൻ കുറെ ചെയ്തു, കുറെ ബിൽഡിംഗ് പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു. പിന്നെ എത്രയും സെറ്റിൽഡ് ആയില്ല. പിന്നെ ഇപ്പൊ സൈക്കോളജി പഠിക്കുക, ബിക്കോസ് ഐ വാണ്ട് ടു റീഡ് ദ പീപ്പിൾസ് മൈൻഡ്. Not that. I'm not that great. Yeah, but എൻ്റെ സ്കൂളിലെ ഞാൻ കൊച്ചു പിള്ളേർ പ്രീ സ്കൂൾ ടീച്ചറും ആയിരുന്നു. So many roles. Yes. Totally engaged. Busy. 2019 പുതിയ മൂവി ആയിട്ട് എത്തി അനിയൻ കുഞ്ഞും തന്നാലായത്. എന്താണ് അങ്ങനെ ഒരു മൂവി, ഈ 8 വർഷത്തിന് ശേഷം ഒരു മൂവി ചൂസ് ചെയ്തപ്പോ why did you choose this particular movie actually? That because Rajina sir. Definitely. He's contacted, director, he contacted me, then he said, I have a movie like this, you have to do it. ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവർ നാഷണൽ അവാർഡ് വിന്നർ അല്ലേ, how can I leave that chance? അതും US തന്നെ വെച്ച് എടുക്കാന്ന് പറഞ്ഞപ്പോൾ then I was like, what, no problem, I will do it. Call me anytime, അവിടെ പറഞ്ഞു. അല്ല, ഈ മൂവിയുടെ പേര് തന്നെ ഒരു ഡിഫറെന്റ് ആണ്. അനിയൻ കുഞ്ഞും തന്നാലായത്. ഞങ്ങൾ അണ്ണൻ കുഞ്ഞും തന്നാലായെന്ന് കേട്ടിട്ടുണ്ട്. ഈ അനിയൻ കുഞ്ഞും തന്നാലായത് എന്താണ് മൂവി all about? All about is about Kishore, he was facing problem in Kerala. Then he comes to USA, and then all 4 sisters they bring him out, and he wanted to try something new in his life. And then he, whatever he has, that കഴിവ്, അതെല്ലാം കാണിക്കും. That then he's faced the consequences of that problems, and it's like I think this movie is good to for everybody, like motivate and അങ്ങനത്തെ കൊടുക്കുന്ന ഒരു മൂവിയാണ്. The movie is more of an entertainer or ഒരു message ഉള്ള മൂവിയാണ്? It's a message ഉള്ള മൂവിയാണ്. It's definitely message movie അങ്ങനെയാണോ? entertainment message ഉണ്ട്, comedy, പിന്നെ എല്ലാ ആക്ടേഴ്സും ഉണ്ടല്ലോ. So it's like you also comes to know what's happening in USA. Our day to day life എല്ലാം കാണിക്കും. എങ്ങനത്തെ ലൈഫ്, എങ്ങനെ you all probably heard so many women nurses, they run the daycare, like that. That movie shows everything what actually happening in USA. അത് വേണം ആക്ച്വലി US ലാണ്. അപ്പൊ ഈ മൂവിയിൽ കുറെ സിമിലർ ഇൻസിഡൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അതായത് ഈ മൂവി മോസ്റ്റ്ലി ഹാപ്പനിങ് ഇൻ USA അല്ലേ? ആൻഡ് യു ആർ സെറ്റിൽഡ് ഇൻ USA. അപ്പൊ ഈ രണ്ട് മൂവിയിലും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ട്